ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോഴേ വിചാരിച്ച കാര്യമായിരുന്നു അച്ഛനും അമ്മയും ഏട്ടത്തേക്ക് എണീക്കുന്നതിന് മുന്നേ രാവിലെ എഴുന്നേറ്റ് പണി തുടങ്ങണമെന്ന്. രാവിലെ നല്ല മഴയായിരുന്നു. അങ്ങനെ ഞാൻ എഴുന്നേറ്റു. കൃത്യം ഒരു 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കണമെന്ന് കരുതി. ഞാനിങ്ങനെ എണീച്ചു വന്നപ്പോൾ ഏട്ടത്തി ഇത് ചോറ് വറക്കാൻ നോക്കുന്നു. അമ്മയുടെ പണിയൊക്കെ കഴിഞ്ഞ് അലക്കി കഴിഞ്ഞിരുന്നു തോന്നുന്നു ഞാൻ പോകുമ്പോൾ. കാരണം ഞാൻ അലാറം വെക്കാൻ മറന്നുപോയതല്ല, വെച്ചില്ല. ഒരു 2-3 മണിക്കൂർ വൈകി, അത്രയേ ഉള്ളൂ. അങ്ങനെ അമ്മയുടെ അലക്കം കഴിഞ്ഞു. നല്ല മഴയാണ് പുറത്ത്, നല്ല തണുപ്പും. നല്ല ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴുള്ളൊരു സുഖം വേറെ തന്നെയാണ്. ഞാൻ വെറുതെ ഇങ്ങനെ മഴയും നോക്കി നിന്നു. വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. വല്ലപ്പോഴും വന്നു പോകുന്നതായോണ്ട് അമ്മ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ഇനി 3-ാമത്തെ ദിവസം ആകുമ്പോൾ തുടങ്ങും. കിടന്നുറങ്ങലല്ലാണ്ട് വേറെ പണിയൊന്നും ഇല്ല എനിക്ക് ചോദിച്ചിട്ട്. അച്ഛൻ ഫോണിൽ ആകാശവാണി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ മൂപ്പർ വലിയ എഴുന്നേറ്റ് മുങ്ങി. കാരണം എനിക്ക് മാത്രമേ പണിയില്ലാണ്ടുള്ളൂ, മറ്റുള്ളവർക്ക് പണിയുണ്ടല്ലോ. അങ്ങനെ അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ ഈ വമ്പൻ എണീച്ച് വന്നിരുന്നു. ചപ്പാത്തി എന്നതായിരുന്നു ഉച്ചയ്ക്ക് ആയപ്പോൾ പിള്ളേരൊക്കെ കളി തുടങ്ങി. നിങ്ങൾ കാണുമ്പോൾ എനിക്കെൻ്റെ വീട് ഭയങ്കര ഇഷ്ടമായി. ഇവരും കൂടെ വലുതായി കഴിഞ്ഞാൽ ഈ വീട് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. ഇവർക്ക് വലുതാകുമ്പോൾ ഒരു ഓർമ്മയുണ്ടാവണ്ടേ ഈ വീട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന്. എന്തായിരുന്നു ഞാൻ നോക്കിയിരുന്നത്. അതൊക്കെ വലുതാകുമ്പോഴേക്കും ഈ വീടൊക്കെ പൊളിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉച്ചയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പോകാനുള്ള ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് സങ്കടമായി, നല്ല സങ്കടമായി. ആദൂന് സങ്കടമായി. തിരിച്ചു പോകണ്ടമ്മേ, ഇവിടെ നിൽക്കാമെന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു പോയേ പറ്റൂന്ന്. ഏട്ടത്തി വീണ്ടും രാത്രിക്കേക്കുള്ള പരിപാടിയിലാണ്. പോകാൻ നോക്കുമ്പോൾ അമ്മൊരു പഴുത്ത ചക്ക വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. ഞാൻ പണിയൊന്നും എടുത്തില്ല, എങ്കിലും അമ്മ തന്നെ പണിയെടുത്ത് ചക്ക പാക്കറ്റിലാക്കി തന്നു. അങ്ങനെ ഇവരുടെ കളി ഇന്നത്തേക്ക് ഇവിടെ നിർത്താണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ചെക്കനെ എണീപ്പിച്ചിട്ട് അലമ്പാക്കായിരുന്നു. ഉറക്കത്തായ ഉണ്ടാവാനൊന്നും ചെയ്തില്ല. കൂട്ടത്തിൽ ചെറുതാണെങ്കിലും ആളൊരു കില്ലാടിയാണ്. പൊന്നൂട്ടന് ഭയങ്കര സങ്കടമായപ്പോൾ ഏട്ടത്തി അവനെ ആശ്വസിപ്പിക്കലായിരുന്നു ഇത്. അങ്ങനെ അച്ചു വന്നിട്ട് നമ്മളെ തിരിച്ചു കൂട്ടി കൊണ്ടുപോകാൻ വന്നതാണ്. അവൻ ഉറക്കത്തായോണ്ട, പൊന്നൂട്ടൻ ഉറക്കത്തായോണ്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. ഒരു ഏട്ടനുണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഞാൻ ആലോചിച്ചു, എപ്പോഴും തിരിച്ചു പോകുമ്പോഴും ഞാൻ ആലോചിക്കുക, ഞാൻ എന്തെല്ലാം പ്രതീക്ഷയോടെ എന്തെല്ലാം ആഗ്രഹങ്ങളായിട്ട് വന്നതാണെന്ന്. രാവിലെ എഴുന്നേൽക്കുന്നത് എൻ്റെ ചിന്തയെ മാറി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി. നാളെ മുതൽ ഞാൻ എപ്പോഴും പോലെ രാവിലെ എഴുന്നേൽക്കും, പണിയെടുക്കും. അതൊരു സത്യമാണ്.